ചോദ്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് സ്വതന്ത്ര ചിന്തകർ എന്ന് സ്വയം വിളിക്കുന്ന കേരളത്തിലെ നാസ്തികർ കടുത്ത മുസ്ലിം വിദ്വേഷം പടർത്തുന്നത്? ഇതിന് ചരിത്രപരമായ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? ലോകത്ത് കൊടും ക്രൂരതകൾ ചെയ്ത ചെങ്കിസ് ഖാൻ മുസ്ലിമാണെന്ന് രവീന്ദ്രൻ എന്ന നാസ്തിക നേതാവ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ നുണ പറഞ്ഞതും, തിരുവനന്തപുരത്ത് ഏതോ ഒരു മുസ്ലിം നാമധാരി ഒരു പട്ടിയെ കെട്ടിവലിച്ചതിന് പിന്നിൽ ഇസ്ലാമിൻ്റെ ആദർശം അയാൾ സ്വീകരിച്ചതിനാലാണ് എന്ന് പച്ച നുണ പറഞ്ഞതും മാത്രം മതി ഇവർ പ്രചരിപ്പിക്കുന്ന നുണകളുടെ ആഴം മനസ്സിലാക്കാൻ. അതിനുശേഷം പട്ടിയെ വലിച്ചിഴിച്ച സംഭവം ഉണ്ടായി. അതിൽ പ്രതികൾ മുസ്ലിങ്ങളല്ലായിരുന്നു. അതിൽ ഇവരാരും ഒരു പ്രതികരണവും നടത്തിയിട്ടുമില്ല. മതം ഉപേക്ഷിച്ച് മനുഷ്യനാവുക എന്ന മുദ്രാവാക്യവുമായി എത്തിയ നാസ്തികർ ഇന്ന് കേരളത്തിൽ അടിച്ചു പിരിഞ്ഞ് 15ഓളം ഗ്രൂപ്പുകളായി. ഇവരെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ നടത്തുന്നത് പച്ചനുണകളാണ്. കേരളം പോലുള്ള സാക്ഷരതയുള്ള ഒരു സമൂഹത്തിൽ ഇങ്ങനെ നുണ പറയാൻ എങ്ങനെ കഴിയുന്നു? സത്യത്തിൽ ഇവരുടെ ലക്ഷ്യം എന്താണ്? നമ്മൾ മുറാദിൻ്റെ അനുജനാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. ഇവരെന്താണ് ഇങ്ങനെയെന്ന്? എന്തുകൊണ്ടാണ് ഇസ്ലാമിനെതിരെയും മുസ്ലിങ്ങൾക്കെതിരെയും നവനാസ്തികർക്ക് ഇത്ര വെറുപ്പ്? ഞാൻ എൻ്റെ സംസാരത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, ഇവിടെ ഒരു പ്രതിപക്ഷമുള്ളത് ഇസ്ലാമാണ്, ജീവിക്കുന്ന മതമുള്ളത് ഇസ്ലാമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ തകർത്തുകൊണ്ടല്ലാതെ, ഇസ്ലാമിനെ തമസ്കരിച്ചുകൊണ്ടല്ലാതെ, ഇസ്ലാമിനെ പ്രതിവൽക്കരിച്ചുകൊണ്ടല്ലാതെ നാസ്തികതക്ക്, സാമ്രാജ്യത്വത്തിന് വിടുപണി ചെയ്യാൻ കഴിയില്ല. സാധാരണ പറയാറുണ്ട്, മുതലാളിത്തത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ലോകം എന്ന് പറഞ്ഞാൽ മാർക്കറ്റാണ്, എല്ലാം കച്ചവടമാണ്. സാമ്രാജ്യത്വത്തിൻ്റെ ദർശനം മുതലാളിത്തമാണ്. മുതലാളിത്തത്തിന് എല്ലാം കച്ചവടമാണ്. ആ കച്ചവടത്തിൻ്റെ സ്നിഗ്ധമാക്കുന്ന 5 കാര്യങ്ങളുണ്ട്. കച്ചവടം നിലനിർത്തുന്ന 5 കാര്യങ്ങൾ, മാർക്കറ്റ്, ആധുനിക മുതലാളിത്തത്തിൻ്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്. അതെന്തൊക്കെയാണ്? ഒന്നാമത്തേത് ലഹരിയാണ്. അത് പല രൂപങ്ങളിൽ. ലഹരിയെക്കുറിച്ച് പറയേണ്ടതില്ലല്ലോ. കോടികളുടെ വിറ്റുവരവുള്ള കച്ചവടമാണ്. അതിന് ഇസ്ലാം മാത്രമാണ് പ്രതിപക്ഷത്ത് നിൽക്കുന്നത്, എതിര് നിൽക്കുന്നത്. രണ്ടാമത്തേത് ലോട്ടറിയാണ്. പല രൂപങ്ങളിൽ, നമ്മുടെ സാധാരണ കടകളിൽ, സൂപ്പർ മാർക്കറ്റുകൾ മുതൽക്ക്, ഒരക്കം മുതൽക്ക് കോടികളുടെ വിറ്റുവരവുള്ള വലിയ കാസിനോകൾ വരെയുള്ള സ്ഥലങ്ങളിൽ നടക്കുന്ന വ്യത്യസ്തങ്ങളായ രൂപത്തിലുള്ള ലോട്ടറികൾ. മൂന്നാമത്തേത് പലിശയാണ്. നാലാമത്തേത് പെണ്ണിന്റെ സൗന്ദര്യമാണ്. സ്ത്രീ സൗന്ദര്യം, അതിന് കച്ചവട മൂല്യം എത്രയാണ് എന്ന് പറഞ്ഞു തരേണ്ടതില്ല നമുക്ക്. അത് കേവലം സൗന്ദര്യത്തെ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നിലനിൽക്കുന്നതാണ് ഇന്നത്തെ എല്ലാത്തരം മാർക്കറ്റിങ്ങും. അഞ്ചാമത്തേത് പെണ്ണിൻ്റെതും പുരുഷൻ്റെതുമെല്ലാമായ ലൈംഗികതയാണ്. അതിൻ്റെ വിപണി മൂല്യത്തെക്കുറിച്ച് മുഹമ്മദ് സാഹിബ് ഇവിടെ സൂചിപ്പിച്ചു. ഇതിൻ്റെ എല്ലാം മുന്നിൽ പ്രതിപക്ഷമായി നിൽക്കുന്നത് ഇസ്ലാമാണ്. ഇവരിതിലേക്കെല്ലാം നയിക്കുന്നത് എങ്ങനെയാണ്? ഇതാണ് യഥാർത്ഥത്തിലുള്ള എൻ്റർടൈൻമെൻറ്റ്, ഇതാണ് യഥാർത്ഥത്തിലുള്ള സംതൃപ്തി എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതിലൂടെയാണ് സാറ്റിസ്ഫാക്ഷൻ. മദ്യത്തിലൂടെ, മയക്കുമരുന്നിലൂടെ, പലിശയിലൂടെ, ലോട്ടറിയിലൂടെ, അതേപോലെ പെണ്ണിൻ്റെ സൗന്ദര്യത്തെ ആസ്വദിക്കുന്നതിലൂടെ, സ്ത്രീ അനുഭവിക്കുന്നതിലൂടെ, ആ അനുഭവത്തിൻ്റെ ലൈംഗികതയുടെ വിഷയത്തിൽ LGBTQAI+ പറഞ്ഞിട്ടില്ലല്ലോ. ആ ക്യൂർ നോർമേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ക്യൂർ എന്ന് പറഞ്ഞാൽ തോന്നിയ രൂപത്തിലെല്ലാമുള്ള ലൈംഗികത. അതിൽ പലതും വരും, ഞാൻ വിശദീകരിക്കുന്നില്ല. ഇതിലൂടെയെല്ലാം എന്താണ്? ആസ്വാദനം ഇതെല്ലാമാണ്. പക്ഷെ ആസ്വാദനത്തിൽ അവരെത്തുന്നുണ്ടോ? എത്തുന്നില്ല. അവർക്ക് മനസ്സംഘർഷമാണ്. അവസാനം ലോകത്ത് ഏറ്റവും സന്തോഷമുള്ള രാജ്യങ്ങളിൽ ഏറ്റവും വലിയ പ്രശ്നം ആത്മഹത്യയായി തീരുന്നു. അത് പറഞ്ഞപ്പോൾ കേരളത്തിലെ വലിയൊരു നാസ്തിക നേതാവ് പറഞ്ഞതാ, മുസ്ലിങ്ങൾക്ക് ആത്മഹത്യ ചെയ്യാനുള്ള, മരിക്കാനുള്ള സ്വാതന്ത്ര്യം കൂടില്ല. അതെ, മരിക്കാൻ സ്വാതന്ത്ര്യം. ആത്മഹത്യ എന്നെല്ലാം പറഞ്ഞാൽ ബൗദ്ധികമായി ഉയർന്ന നിലവാരത്തിലുള്ള ആളുകൾ ചെയ്യുന്ന ഇതാണ്.
വേറൊരു വലിയ നേതാവ് പറഞ്ഞത് കുറച്ച് പ്രായമായ ആൾക്കാരിലൊന്ന് മരിച്ചു കൊടുക്കാമോ എന്നാണ്. കാരണം ഒരു പ്രൊഡക്ടിവിറ്റി ഇല്ലല്ലോ അവർക്ക്. സേവനം ചെയ്യേണ്ടത് അങ്ങനെയാണ്. ഞാൻ പറയുന്നത് ഇതിന്റെ മനസ്സംഘർഷം മാത്രമേ കിട്ടണത്. എന്തുകൊണ്ടാണത്? യഥാർത്ഥത്തിലുള്ള സാറ്റിസ്ഫാക്ഷൻ അല്ല. അപ്പോ ഇവിടെ യഥാർത്ഥത്തിലുള്ള സാറ്റിസ്ഫാക്ഷൻ, യഥാർത്ഥത്തിലുള്ള സംതൃപ്തി നൽകുന്ന ജീവിത വീക്ഷണം, സമാധാനം നൽകുന്ന, സംതൃപ്തി നൽകുന്ന, ഞാൻ പറയുക ആസ്വാദനത്തിന്റെ ആൾരൂപം ആരാണെന്ന് ചോദിച്ചാൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആസ്വാദനം എന്ന് പറഞ്ഞാൽ ഈ തോന്നിയാസങ്ങളല്ല, കച്ചവടത്തെ ആസ്വദിച്ച പ്രവാചകൻ, ഭരണത്തെ ആസ്വദിച്ച പ്രവാചകൻ, ലൈംഗികതയെ ആസ്വദിച്ച പ്രവാചകൻ, ദാമ്പത്യ ജീവിതത്തെ ആസ്വദിച്ച പ്രവാചകൻ അവിടെ ഒരൊറ്റ മൂർത്തിയെ ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. നിയമങ്ങളെ എങ്ങനെ പൂർണ്ണമായ അർത്ഥത്തിലുള്ള ആസ്വാദനത്തിന്റെ മൂർത്തിമദ്ഭാവത്തെ അവതരിപ്പിച്ചിട്ടാണ് ഇസ്ലാം പറയുന്നത്, ഖുർആൻ പറയുന്നത്, ഇദ്ദേഹത്തെ നിങ്ങൾ കോപ്പി ചെയ്യുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇവരുടെ ഈ വൃത്തികെട്ട ആശയങ്ങളെ അതിന് പ്രതിപക്ഷത്ത് നിൽക്കുന്നത് ചരിത്രത്തിന്റെ പൂർണ്ണമായ വെളിച്ചത്തിൽ ജീവിച്ച മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മഹാപുരുഷനാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹിക്കെതിരെ കല്ലെറിയുന്നത് മുഴുവനും. കാരണം ആ മഹാപുരുഷനെ തമസ്കരിച്ചുകൊണ്ട് മാത്രമേ ഇവരുടെ ആസ്വാദന മുദ്രാവാക്യം മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ലൈംഗിക ആസ്വാദനത്തിന്റെ കൺസെന്റ് എല്ലാം പറഞ്ഞല്ലോ ഇവിടെ. ഇങ്ങനെയെല്ലാം ആയിട്ട് ഇന്നത്തെ ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ലൈംഗിക ദാരിദ്ര്യം. എങ്ങനത്തെ ദാരിദ്ര്യം? ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന മരുന്നുകൾ എന്തൊക്കെയാണ് സൂചിപ്പിക്കുന്നത്? ഈ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന മരുന്നുകൾ ലൈംഗിക ശേഷിയുടെ വർധനവിന് വേണ്ടിയുള്ള മരുന്നുകൾ. എന്താ കാരണം? ഇവർ സൃഷ്ടിക്കുന്ന ഒരു സാമൂഹ്യ ക്രമത്തിൽ, ഇവർ സൃഷ്ടിക്കുന്ന ഒരു മാധ്യമക്രമത്തിൽ എല്ലാം ലൈംഗിക ശേഷി പോലും നഷ്ടപ്പെടുന്ന ആളുകളെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും പുതിയ പുതിയ മരുന്നുകൾ, പുതിയ പുതിയ ഏർപ്പാടുകൾ. ഇവിടെയാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇസ്ലാം പതറി നിൽക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചിത്രമുണ്ടാകുന്നത്. അത് അവരെ കല്ലെറിഞ്ഞുകൊണ്ടേ പറ്റൂ. എന്തുകൊണ്ടെന്നാൽ ഇസ്ലാമിന് ഈ ചൂഷകന്മാർ മുഴുവനും ഒന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞ 5 കാര്യങ്ങളും ചൂഷണം. ഇതിനേക്കാളും വലിയൊരു ചൂഷണം കേട്ടോ, ആത്മീയത എന്ന ചൂഷണം. ആത്മീയത എന്ന ചൂഷണം ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും നടുവിലെ ദല്ലാളന്മാരായി ചമഞ്ഞ് പൗരോഹിത്യത്തിന് തലച്ചോറിനെ സമർപ്പിച്ച് അതിനുശേഷം ചർച്ചുകളുടെ അടിസ്ഥാനത്തിൽ ചർച്ചുകളിൽ മാത്രം മതത്തെ ഒതുക്കുക എന്ന ആ പൗരോഹിത്യത്തിന്റെ നിർദ്ദേശത്തിൽ സ്ഥിതി ചെയ്യുന്ന ചൂഷണം, അത് വേറെ വലിയൊരു വിഷയമാണ്. ഇവരെല്ലാം ഒന്നാണ്. ഈ എല്ലാ ചൂഷകന്മാരും അവരൊന്നാവുകയും ഇസ്ലാമിനെതിരെ ഉള്ള ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. അതിൻ്റെ ഒരു മൂർത്തിമദ്ഭാവം, അതിൻ്റെ ഒരു മൂർത്തി, അതിൻ്റെ കേരളത്തിലെ ഏറ്റവും വലിയ ആളുടെ കഥകളാണ് നമ്മുടെ അനുജൻ പറഞ്ഞിട്ടുള്ളത്. അത് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല, നമ്മളെല്ലാം കേട്ടതാണ്, പറഞ്ഞതാണ്. എന്താണ്? എന്ത് ഇസ്ലാമിനെതിരെ വന്നാലും മുസ്ലിങ്ങൾക്കെതിരെ വന്നാലും അതിലെന്തെങ്കിലും ഒന്ന് ഇസ്ലാമിന് അനുകൂലമായി എന്തെങ്കിലും വന്നാൽ അവിടെ ചാടി വീഴുകയാണ്. ഇപ്പോൾ ചില മുസ്ലിം പേരുള്ള ഇത്തരം നാസ്തികരുടെ പ്രധാനപ്പെട്ട വിനോദം അതാണ്. ഇപ്പൊ മിനിയാന്ന് എന്താണെന്ന് വെച്ചാൽ ആരോ ഒരാൾ പറഞ്ഞു, അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചുണ്ടാകുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് ഖുർആനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടില്ല മുസ്ലിം പേരുള്ള അങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങോട്ട് പറയാണ്. അങ്ങനെ ഒരു ഹദീസിലുമില്ല. ഇപ്പൊ ഉള്ളതെല്ലാം അയൽവാസിയെ ഉപദ്രവിക്കണം എന്നാണ്, പിന്നെ അയൽവാസിയെ ശത്രുവായി കാണുന്നതാണ്. അങ്ങോട്ട് പറയാ. ഞാൻ പറയുന്നത് എന്ത് ഇസ്ലാമിന് ഒരു നന്മയുമില്ല എന്ന് വരുത്തി തീർക്കുക. അത്തരം ആളുകൾക്ക് മറുപടി പറയുകയല്ല വേണ്ടത് എന്നുള്ള അഭിപ്രായം. കാരണം ഞാൻ മറിച്ച് നമ്മൾ നമ്മുടെ പ്രബോധനവുമായി മുന്നോട്ട് പോവുക, ജനങ്ങൾ മനസ്സ് മരവിച്ച ആളുകൾക്ക് മറുപടി പറയുക എന്നതിന് പകരം
അത് കേട്ടുകൊണ്ട് തെറ്റിദ്ധരിച്ച ആളുകൾക്ക് ഇസ്ലാമിനെ എത്തിക്കുക എന്ന ദൗത്യമാണ് നിർവഹിക്കേണ്ടത്. ചുരുക്കത്തിൽ നാസ്തികരുടെ വെറുപ്പിന് കാരണം ഇസ്ലാം, മുഹമ്മദ് സാഹിബ് ഇവിടെ സൂചിപ്പിച്ച ഇസ്ലാം മനുഷ്യപക്ഷത്ത് നിൽക്കുന്നു എന്നതാണ്. അവരാകട്ടെ മനുഷ്യരെ മൃഗമാക്കുന്ന, മൃഗത്തേക്കാൾ അധപ്പതിപ്പിക്കുന്ന ഒരു തലത്തിലേക്ക് കൊണ്ടുപോയി മാനവികതയെ തന്നെ തകർക്കുന്ന പണിയെടുത്തുകൊണ്ടിരിക്കുന്നു. അതിനുള്ള വിറ്റുവരവിലാണ് അവരുടെ താല്പര്യം. ആ വിറ്റുവരവ് അവർക്ക് ലഭിക്കും, ഒരു ക്ഷിപ്രമായ വിറ്റുവരവ്. പക്ഷെ ആത്യന്തികമായി മനുഷ്യ സമൂഹത്തിന്റെ തകർച്ചയാണ് ഉണ്ടാവുക. അതുകൊണ്ടാണ് ഇസ്ലാമിനോട് വെറുപ്പും വിദ്വേഷവും എന്ന് നാം മനസ്സിലാക്കുന്നത്.